CPIM വയനാട് ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല സമാപനം. ആയിരങ്ങൾ പങ്കെടുത്ത ബഹുജന പ്രകടനവും ചുവപ്പുസേന മാർച്ചോടും കൂടിയാണ് സമ്മേളനം സമാപിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 27 അംഗ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയായി K. റഫീഖിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. അൻപതാണ്ടിന്റെ ചരിത്രവുമായി സമ്മേളിച്ച 16ാമത് ജില്ലാ സമ്മേളനം 1.25 ലക്ഷത്തോളം പേർ അണിനിരുന്ന റാലിയോടെയും ചുവപ്പുസേന മാർച്ചോടെയുമായിരുന്നു സമാപിച്ചത്. ജില്ലയിലെ ഏറ്റവും വലിയ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു പ്രകടനം. നഗരസഭാ സ്റ്റേഡിയത്തിൽ സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ നഗറിലെ പൊതുസമ്മേളനം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ എതിർക്കുക മതനിരപേക്ഷ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. SDPI ജമാഅത്തെ ഇസ്ലാമി കാഴ്ചപ്പാടുകൾ വർഗീയ സ്വഭാവമുള്ളതാണ്. അതിനെ അനുകൂലിക്കുന്നത് തുറന്നെതിർക്കുന്നതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രമുണ്ടാക്കലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. മൗലാന അബുൽ മൗദൂദിയുടെ ലക്ഷ്യം അതാണ്, ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കുക. മറ്റുള്ള ഇസ്ലാമിക സംഘടനകളൊന്നും ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവരല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ജിഫ്രി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘമായാലും സുന്നി പ്രസ്ഥാനമായ കാന്തപുരത്തിൻ്റെ പ്രസ്ഥാനമായാലും അവരാരും ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്നവരല്ല. ജീവിക്കുന്നത് ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസവുമായി ജീവിക്കുക, ഇസ്ലാമിക സംസ്കാരവുമായി ജീവിക്കുക, അതാണ് അവരുടെ തത്വം. മറ്റതല്ല, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുക. ഈ പ്രസ്ഥാനക്കാരാണ് IS ആയി മാറിയത്. ഇപ്പോൾ സിറിയയിൽ ആക്രമണം നടത്തി ഭരണം പിടിച്ചെടുത്ത സംഘം അതാണ്. കൂടുതൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും ബഹുജന പങ്കാളിത്തത്തോടെ ജില്ലയിലെ അവകാശത്തിനും വികസനത്തിനുമായി പോരാടാനുമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടുമാണ് സമ്മേളനം സമാപിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം കാലതാമസം കൂടാതെ പൂർത്തിയാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറിയായ K. റഫീഖിനെയും 27 അംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. 5 പേർ പുതുമുഖങ്ങളാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എളമരം കരീം, EP ജയരാജൻ, PK ശ്രീമതി, P. സതീദേവി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, PK ബിജു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, വയനാട്.